നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നൊരു നാടൻ റെസിപ്പിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി. സദ്യയിലൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടിയോ കടായിയോ ഏതെങ്കിലും എടുത്താൽ മതി. ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം വളരെ ലോയിലേക്ക് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൈനാപ്പിൾ അടിയിൽ പിടിക്കും. നമ്മളിത് ഇടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കും. അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയതൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് അത് ചേർത്ത് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാണ്. ഫ്ലെയിം ലോയിലായിരിക്കുന്നത് ഒന്ന് നമുക്ക് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. പൈനാപ്പിൾ വേയുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ തേങ്ങ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയും നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. പൈനാപ്പിൾ വെന്തെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. പൈനാപ്പിൾ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. ഏതാണ്ട് 5 മിനിറ്റോളം എടുത്തു. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളും ഈ അരച്ച അരപ്പും കൂടെ നന്നായിട്ട് തിളച്ച് വരണം. ആ ഒരു ടൈമിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പൈനാപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് പുളിശ്ശേരിയിൽ നല്ലോണം വരാനായിട്ട് നമുക്കൊരു 2-3 കഷ്ണം പൈനാപ്പിൾ അരച്ച് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിളാണ്, അത് കാരണമാണ് ഞാൻ അരച്ച് ചേർക്കാത്തത്. നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഈ ചൂടോടെ ഇരിക്കുമ്പോൾ നമ്മളിതിൽ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങ് തീരെ ലൂസായിപ്പോവും. നമുക്കത് ആവശ്യമില്ലല്ലോ. നല്ല കട്ടിയായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയല്ലേ എല്ലാവർക്കും ഇഷ്ടം. അത് കാരണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ആഡ് ചെയ്യുള്ളൂ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരാനുണ്ട്, അതൊന്ന് വറ്റി വരട്ടെ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്. നമുക്ക് കുറച്ച് മധുരം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. തൈര് ചേർത്ത് കഴിഞ്ഞും ചെക്ക് ചെയ്യേണ്ടതുണ്ട്, എന്നാലും ഇപ്പോൾ ഒന്ന് നോക്കാം. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. തൈരും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വരും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുക. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. പൈനാപ്പിൾ കൂട്ട് ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനിയെല്ലാം നമുക്ക് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഇനി ഫൈനലായിട്ട് നമുക്ക് ഈ പുളിശ്ശേരിയിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ പാനിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക.
ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളക്. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു. പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഞാനിന്ന് തയ്യാറാക്കിയ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.